ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യലിനായി കോടമ്പാക്കത്തെ ഓഫീസിലെത്തിച്ചു. ചെന്നൈ ഓഫീസിലെ പരിശോധന 10 മണിക്കൂർ പിന്നിടുകയാണ്. രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ, രാവിലെ മുതൽ നമ്മൾ സംസാരിക്കുന്നതാണ് ED റെയ്ഡ്, അതിന് മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഗോകുലം ഗോപാലൻ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു. ED ഓഫീസിൽ അവിടെ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കൂറോളം പിന്നിട്ട് കഴിയുന്നു. എന്താണ് ലഭിക്കുന്ന വിവരം? ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? പൂജ, ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ടെന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ചെന്നൈ കോടമ്പാക്കത്തുള്ള ഗോകുലത്തിൻ്റെ തന്നെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ ഇതേ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന ആരംഭിച്ചതാണ്. അത് 11ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഗോകുലം ഗോപാലനെ ED വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. ഈ ചെന്നൈയിലെ ഓഫീസിൽ അതുപോലെ കോഴിക്കോട്ടെ ഓഫീസിലും ഒരേ സമയമാണ് EDയുടെ റെയ്ഡ് നടന്നിരുന്നത്. 10 മണിയോടുകൂടി കോടമ്പാക്കത്തെ ഓഫീസിൽ പരിശോധന ആരംഭിച്ചു. 11ഓടുകൂടിയാണ് കോഴിക്കോടുള്ള ഓഫീസിൽ, കോർപ്പറേറ്റ് ഓഫീസിൽ അടക്കം EDയുടെ പരിശോധന നടന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് യോഗം നടക്കുന്നതിനാൽ ഗോകുലം ഗോപാലൻ കോഴിക്കോട്ടെ ഓഫീസിലുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പ്രാഥമികമായി ഗോകുലം ഗോപാലനെ ED ചോദ്യം ചെയ്തു എന്നാണ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. അതിനുശേഷമാണ് വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഗോകുലം ഗോപാലന് നോട്ടീസ് നൽകുകയും ചെന്നൈയിലേക്ക് ഈ പരിശോധന നടക്കുന്ന ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ED വിശദീകരിക്കുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം പ്രധാനമായും FEMA നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡും അതുപോലെ ചോദ്യം ചെയ്യലും എന്നുള്ളതാണ്. FEMA എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. വിദേശ പണമിടപാടുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ച പരിശോധന നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗോകുലത്തിൻ്റെ ചിറ്റ് ഫണ്ട്സ് ഉണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് വിദേശ പണമിടപാട് നടന്നിട്ടുണ്ട്. അതിൽ ഗുരുതരമായ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെന്നാണ് ED വിശദീകരിക്കുന്നത്. ഇതുതന്നെയായാലും ഈ ചെന്നൈയിലെ ഓഫീസിൽ റെയ്ഡ് നടന്നു, കോഴിക്കോട് റെയ്ഡ് നടന്നു. അതിനുശേഷം ഗോകുലം ഗോപാലിനെ ചെന്നൈ കോടമ്പാക്കത്തെ ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള തരത്തിലാണ് റെയ്ഡുകൾ പോകുന്നത് എന്ന് പറയുമ്പോഴും ഇതൊരു എംപുരാൻ എഫക്ട് എന്നുള്ള തരത്തിലേക്ക് വലിയ രീതിയിൽ പ്രചാരണം മുന്നിലേക്ക് പോകുന്നു. ഇന്ന് നടന്ന ഈ പരിശോധനയും ഒക്കെയായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമോ അല്ലെങ്കിൽ അനൌദ്യോഗികമായി പോലും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ ഇതിനെ സമീപിക്കുന്നത് എന്നതിൽ? പൂജ, അതെ, FEMA നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്ന് ED വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ വളരെ സജീവമായി ഉയർന്നു വരുന്നതാണ് എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ. സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ, സിനിമ എഡിറ്റ് ചെയ്ത് ഇറക്കേണ്ടതായി അടക്കം വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ED കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതികാര നടപടി സ്വീകരിക്കുന്നതാണെന്നുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പൂജ നേരത്തെ പറഞ്ഞതുപോലെ ഈ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് കോഴിക്കോട്ടെ ഓഫീസിൽ ഗോകുലം ഗോപാലൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് അദ്ദേഹമോ അല്ലെങ്കിൽ ഗോകുലം ഗ്രൂപ്പോ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിധത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ EDയുടെ ഈ പരിശോധനയും ചോദ്യം ചെയ്യലും മുന്നോട്ട് പോവുകയാണ്. ചെന്നൈയിലെ ഓഫീസിൽ 11ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് EDയുടെ റെയ്ഡ് എന്നുള്ളതാണ്.